പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുടി ചീകുന്ന സമയത്തായിക്കോട്ടെ, ചീർപ്പിൽ ഒരുപാട് മുടികൾ നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ അവിടെ ഇവിടെയായിട്ട് മുടികൾ കാണപ്പെടാറുണ്ട്. അങ്ങനെ അതായത് ഒരു 150, 200 കൂടുതൽ മുടിയിഴകൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിന് കാരണമായിട്ട് എന്തെങ്കിലും രോഗകാരണാവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 50 മുതൽ 100 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഹെയർ ഫാൾ ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ വളരെ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലുള്ള ആളുകളിൽ നമ്മുടെ തലയോട്ടി ഭയങ്കരമായിട്ട് നേർത്തു പോകാറുണ്ട്. അതായത് നമുക്കൊരു മനസ്സിലാവും, നമുക്ക് നമ്മുടെ സാധാരണ സ്കാൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ, തലയോട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ റഫായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഈ മുടി കൊഴിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിച്ചിലുള്ള ആളുകളിൽ അവരുടെ ഒരു മിനുസമായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള ഒരു തലയോട്ടി നമുക്ക് കാണപ്പെടാറുണ്ട്. അതും ഒരു ഹെയർ ലോസിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട്.